നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ബ്രസീലും തമ്മിലൊരു കളി ഒക്ടോബർ 3 കൊൽക്കത്തയിലാണ് ആ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളിയെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ ഒരു സംശയം വേണ്ട TFNBയിലെ ഹബീബ് ബ്രോയാണ്. നമ്മളോടൊപ്പം ഹബീബ് ബ്രോ ഉണ്ട്. വെൽക്കം ഹബീബ് ബ്രോ. നമസ്കാരം റാഫിക്ക. ഇന്ത്യയും ബ്രസീലും തമ്മിൽ കളി വരുന്നു. ഒക്ടോബർ 3 കളി. അപ്പോൾ നമ്മളിപ്പോൾ 138 സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിലുള്ളത്. ബ്രസീലാവട്ടെ 5 സ്ഥാനത്താണ്. അപ്പോൾ ഇങ്ങനെ ഫിഫ റാങ്കിങ്ങിലൊക്കെ നല്ല നിലയിൽ നിൽക്കുന്ന ഒരു ടീമിനോട് ഇന്ത്യൻ ടീം ഇപ്പോൾ കളിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് എന്ത് തരത്തിലുള്ള ഗുണമുണ്ടാവുമെന്നാണ് ഹബീബ് ബ്രോ വിചാരിക്കുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു സമീപകാലത്ത് തന്നെ നോക്കുവാണെങ്കിൽ നമ്മളൊരു ഇത്രയും ഒരു ബിഗ് നേഷനോട് കളിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ഇതാദ്യമാണ് എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ഈ ഒരു ഡെക്കേഡിൽ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു നേഷനോട് കളിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നത്. നമ്മൾ ഏഷ്യൻ വമ്പന്മാരുമായിട്ട് കളിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മളൊരു യൂറോപ്യൻ ടീമായിട്ട് കളിച്ചു. പക്ഷേ ബെലാറൂസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്പിൽ നമ്മൾ താരതമ്യേന ഒരു കുഞ്ഞൻ രാജ്യം എന്ന് പറയുന്നൊരു രാജ്യമാണ്. അപ്പോൾ അവർക്കെതിരെയൊക്കെ മാത്രമാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. ബ്രസീലിനെതിരെ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കളിക്കാനായിട്ട് പോകുന്നത്. സീനിയർ ടീം, ജൂനിയർ ടീം, വുമൻസ് ടീമൊക്കെ കളിച്ച ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിവേ ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് കൊൽക്കത്തയെ വെച്ച് നടക്കാൻ പോകുന്ന മത്സരം. ആദ്യം റൂമറുകളൊക്കെ വന്നു ബ്രസീൽ എത്തും, പക്ഷേ ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് പറയുന്നത് യാതൊരു വിധത്തിലും സൂചനയില്ല, പെട്ടെന്ന് വന്നിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എനിവേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇത്രയും ബിഗ് നേഷൻ, ഇപ്പം ലോകോത്തര താരങ്ങൾ വിനീഷ്യസ് ജൂനിയറും മറ്റ് പല താരങ്ങളും ഒക്കെ ആൻസലോട്ടിയെ പോലത്തെ ഒരു പരിശീലകൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു ടീമിനെതിരെ കളിക്കാൻ പോകുന്ന ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ടെസ്റ്റ് ആയിരിക്കും. അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന് പറയുന്നത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ബ്രസീലിൻ്റെ പെർസ്പെക്റ്റീവിൽ അവർ തീർത്തും ഡോമിനേറ്റ് ചെയ്യുന്നൊരു മത്സരം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതാണ് നമ്മൾ കളി കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുക. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഈ കളി നമുക്ക് എങ്ങനെ എന്ത് തരത്തിലുള്ള ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ സമീപകാലത്തെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ലീഗ് പോലും നല്ല രൂപത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു കളി വരുമ്പോൾ അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ ഒരു മൊമെൻ്റൊക്കെ പിടിച്ച് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന് എന്ത് തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു കളി കൊണ്ടുവരും? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഭയങ്കര മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ ലീഗിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ നാഷണൽ ടീമിൻ്റെ പെർഫോമൻസും ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഭയങ്കര ഒരു ഡിപ്രസിങ് സ്റ്റേജാണ്. നമുക്ക് മത്സരങ്ങളെ കാണുമ്പോഴത്തേക്കും കളിശൈലി കൊണ്ടാണെങ്കിലും ടീം സെലക്ഷൻ പല ഫാക്ടേഴ്സ് കൊണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു മത്സരം വരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം ഇന്ത്യക്ക് ഏത് തരത്തിലൊരു ഗുണമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും ഒരു പക്ഷേ, എങ്കിലും ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാലിദ് ജമീലിൻ്റെ ഒരു ശൈലി, അദ്ദേഹമാണല്ലോ നമ്മുടെ പരിശീലകനായിട്ടുള്ളത്. അദ്ദേഹം റീസെൻ്റ്ലി ഒക്കെ പല ടീമുകളോട് കളിക്കുന്ന സമയത്തും ഒരു സാധാരണ സൗഹൃദ മത്സരം കളിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു ഗോള് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി അതിൽ ഏത് വലിയ രാജ്യങ്ങളോടൊന്നുള്ളതല്ല പറയുന്നത്, ആ ഒരു ശൈലി പിന്തുടരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ബ്രസീലിനെതിരെ നമ്മൾ ഒരു 10 men ഡിഫൻസ് വെച്ച് കളിക്കുന്ന ഒരു ശൈലിയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് തരത്തിലുള്ളൊരു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് കേട്ടോ, ചിലപ്പം ഇങ്ങനെ അല്ലാണ്ട് ആ ഒരു മത്സരം വന്നേക്കാം. അങ്ങനെ ഒരു മത്സര സമീപനമാണെങ്കിൽ നമ്മൾ 90 മിനിറ്റ് നമ്മൾ ബോക്സിനുള്ളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാം. കാരണം റാഫിക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ റീസെൻ്റ്ലി ഉള്ള മത്സരത്തിൽ നമ്മൾ ഈ ഏഷ്യൻ രാജ്യങ്ങളോട് പോലും ഈ ഒരു സമീപനം എടുത്തിട്ടുണ്ട്. അതായത് 8-9 പ്ലേയേഴ്സിനെ ഒരു സ്ട്രൈക്കർ പോലും ഇല്ലാതെ ഡിഫെൻസീവ് വെച്ച് കളിപ്പിക്കുന്ന ശൈലിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ, അല്ലാണ്ട് നമ്മളൊരു കോമ്പറ്റീറ്റീവായിട്ട് മാച്ചാണ് കളിക്കാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കതൊരു നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. അതിനുള്ള പ്ലേയേഴ്സ് നമുക്കിപ്പോൾ യങ് പ്ലേയേഴ്സിനെയൊക്കെ ചൂസ് ചെയ്തിട്ട് നമ്മളൊരു ഭാവിയിലേക്ക് ഇനി ക്വാളിഫയേഴ്സ് ഒക്കെ വരുന്നു എന്ന് പറയുന്നൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. പക്ഷേ അതല്ല, നിലവിലുള്ള സ്കോഡിനെയൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞ സീനിയർ പ്ലേയേഴ്സിനെ ഇപ്പം ടെക്നിക്കലിയൊക്കെ ആണെങ്കിലും പല ബുദ്ധിമുട്ടുള്ള പ്ലേയേഴ്സാണ്. അങ്ങനെയുള്ള തരത്തിലാണെങ്കിൽ ഇന്ത്യക്ക് അത് അത്രത്തോളം ഗുണകരമാകും എന്ന് പറയുന്നൊരു സംശയമാണുള്ളത്. തീർച്ചയായിട്ടും. ഇനി ഇപ്പോൾ കളി ഒക്ടോബറിലാണ്, ഒക്ടോബർ 3 മത്സരം വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് ആസിയാൻ കപ്പ് കളിക്കാനുണ്ട്. ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ബ്രേക്കിൽ സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 6 വരെയാണ് ഒരു ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 കളികളും കൂടി നമ്മളെങ്ങനെ
മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം ബ്രസീലിനെതിരെ നമ്മൾ ഒക്ടോബർ 3 കളിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടീം ബ്രസീലിനെതിരെയാണോ കളിക്കുക, അതല്ല ആസിയാൻ കപ്പിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുക? എങ്ങനെയായിരിക്കും ആ ഒരു കാര്യം മാനേജ് ചെയ്യുക എന്നാണ് ഹബീബ് ബ്രോ വിചാരിക്കുന്നത്? അല്ല, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സത്യത്തിൽ ഫിഫയുടെ ഒരു ടൂർണമെൻ്റ് ആണ് ആസിയാൻ കപ്പ്. അതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ ഫീ അടക്കം അല്ലെങ്കിൽ വിന്നേഴ്സിന് ലഭിക്കുന്ന ഒരു പ്രൈസ് മണിയൊക്കെ അടക്കം ഒരു വലിയ ബിഗ് ടൂർണമെൻറ്റ് തന്നെയാണ് ഫിഫ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അതേ ഡേറ്റ്സിൽ ബ്രസീൽ മത്സരം വരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഏതാണ്ട് സെപ്റ്റംബർ അവസാനത്തോട് 27-28 ആ ഡേറ്റ്സിനുള്ളിൽ അവസാനിക്കും. അതിനുശേഷം ഒക്ടോബർ 3 മത്സരങ്ങൾ കഴിയുന്നത്. അപ്പം ഇന്ത്യയുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അറിയില്ല, ചിലപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുമെന്ന് പറയുന്നൊരു പ്രതീക്ഷയിലാണോ അവർ ഇങ്ങനത്തെ ഒരു മത്സരം വെച്ചതെന്ന് അറിയത്തില്ല. അതല്ലെങ്കിൽ അവർ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു അഭിപ്രായം ഇത് ആദ്യം തന്നെ 2 ടീമാക്കി വിടുക എന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. കാരണം നമുക്ക് ഇന്ത്യയുടെ അണ്ടർ 23 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ നമ്മുടെ സീനിയർ ടീമിനെ പോലെയല്ല പെർഫോം ചെയ്യുന്ന ടീമാണ്. ആസിയാൻ കപ്പിൽ പോയി കഴിഞ്ഞാൽ സീനിയർ ടീമിനേക്കാൾ ചിലപ്പം നമുക്ക് ആ ഒരു ടീമിന് ഒരു എക്സ്പോഷർ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും. ഇപ്പം ബ്രസീൽ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും സീനിയർ ടീം തന്നെയാണ് കളിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് ക്ലോസും കാര്യങ്ങളൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഫിഫ ആസിയാൻ കപ്പിൽ നമ്മൾ കളിക്കേണ്ടത് ഇന്തോനേഷ്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. നമ്മൾ ഇപ്പം ലോകകപ്പ് യോഗ്യതയുടെ അവസാന ഘട്ടം വരെ എത്തിയ ടീമാണ്. അതുപോലെ തന്നെ മലേഷ്യയും റീസെൻ്റ്ലി അവർ ഡയസ്പോറ പ്ലെയേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അവർക്ക് ഏതോ ഒരു ഇനെലിജിബിൾ പ്ലെയറിനെ കളിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഏഷ്യ കപ്പിൻ്റെ യോഗ്യത നഷ്ടമായത്. പിന്നെ സിംഗപ്പൂരിനെതിരെ നമ്മൾ ഇപ്പം ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സ് 2 മത്സരങ്ങൾ കളിച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റാത്ത ടീമാണ്. അപ്പം ഇത് 3 സീനിയർ ടീമിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആസിയാനിൽ നമ്മുടെ ഒരു ജൂനിയർ ടീം അണ്ടർ 23 ടീമിനെ വിടുക, 2 ടീമായിട്ട് വിടുക എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം കൂടി ഉണ്ടാക്കുക. കാരണം നമുക്ക് ന്യൂസിലൻഡിനെതിരെ നവംബറിൽ 2 മത്സരങ്ങൾ കൂടി വരുന്നുണ്ട്. ന്യൂസിലൻഡും ലോകകപ്പ് കളിച്ചിട്ടുള്ള ടീമാണ്. ന്യൂസിലൻഡിൽ പോയാണ് നമ്മൾ കളിക്കേണ്ടത്. ഇതേ ഡേറ്റ്സിലാണ് സാഫ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എന്ന് പറയുന്നൊരു റിപ്പോർട്ടാണുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് 2 ടീമിനെ വിടേണ്ട ഒരു സാഹചര്യം വരും. അപ്പം ഓൾറെഡി ആ ഒരു പ്ലാനിങ്ങോട് കൂടി സമീപിച്ച് കഴിഞ്ഞാൽ 2 ടൂർണമെൻറ്റ് അത്രയും പ്ലെയേഴ്സിന് മാച്ചസ് കിട്ടും. ഇപ്പം സാഫിൽ നമ്മുടെ സീനിയർ ടീം കളിച്ച് ഇനി അത് നേടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ അണ്ടർ 23 ടീമിന് വിട്ട് കഴിഞ്ഞാൽ അവർക്കും ഇത്രയും മാച്ചസ് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പോഷറും കിട്ടും. ആരൊക്കെയാണ് സീനിയർ ടീമിലേക്ക് റെഡി ആകുന്നതെന്ന് മനസ്സിലാൻ പറ്റും. പിന്നെ അടുത്തൊരു സൈക്കിൾ തുടങ്ങുവാണല്ലോ ഫിഫ വേൾഡ് കപ്പ് യോഗ്യതയുടെയൊക്കെ. അപ്പം അതിൽ നിന്ന് നമുക്ക് ജൂനിയേഴ്സിൽ നിന്ന് ആരൊക്കെ എടുക്കാൻ പറ്റും, അവരൊക്കെ എത്രയും കോമ്പറ്റീറ്റീവായിട്ട് മാച്ചസ് കളിക്കാൻ റെഡിയാണ്, എത്രയും ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മിക്കവരും ഇപ്പോൾ പറയുന്നത്, 2 ടീമിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫിഫ ആസിയാൻ കപ്പിന് ഒരു യുവ ടീമിനെ അയക്കുന്നു, ബ്രസീലിനെതിരെ നമ്മുടെ സീനിയർ ടീം കളിക്കുന്നു. പക്ഷേ ബ്രസീലാണെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ യുവതാരങ്ങളെയും കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. ആഞ്ചലോട്ടി ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. അതായത് പുതിയ ഒരു വേൾഡ് കപ്പ് സൈക്കിൾ വരുന്നു, അവർക്ക് അവരുടെ ടീമിൽ കുറേ മേഖലകളിൽ മാറ്റം വരുത്താനുണ്ട്. ഗോൾ കീപ്പിംഗ്, ഡിഫൻസ്, മധ്യനിരയിലൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളൊരു സൂചന ഓൾറെഡി ആഞ്ചലോട്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ചില സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ജൂനിയറും അതുപോലെ തന്നെ എൻട്രിക്കും റയാനും റോഡ്രിഗോയും ഒക്കെ ഉണ്ടായേക്കും. അത് അങ്ങനെയാവും. പക്ഷെ അതിൽ കുറേ യുവതാരങ്ങളെ കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ബ്രസീലും വരിക. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ബ്രസീൽ ഫിഫ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തും നമ്മുടെ ടീമുള്ളത് 138ാം സ്ഥാനത്തുമാണ്. അപ്പോൾ ഈ ഒരു അന്തരം വളരെ കൃത്യമായിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ സമീപകാലത്തെ പ്രകടനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ എന്ത് തരത്തിലുള്ളൊരു റിസൾട്ടാണ് അഭിപ്രായി പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു 1 സൈഡഡ് ഗെയിം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ടെന്നീസ് മാർജിനിലൊക്കെ ബ്രസീൽ ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഫുട്ബോളാണ്, വേണമെങ്കിൽ ഈ ഒരു ചില സമയത്ത് ഈ കാലജമീലിൻ്റെ ഡിഫെൻസീവ് ടാക്ടിക്സ് ചിലപ്പോൾ വർക്കാവാറുണ്ട്. അതുപോലെ തന്നെ ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ, അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ ഖത്തറിനെതിരെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ പ്രകടനം കൊണ്ട് ആ മത്സരം നമ്മൾ സമനില നേടിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഈ 2 സാധ്യതകളാണ്. ഏറ്റവും നേരത്തെ ബ്രസീലിന് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയും പിന്നീട് കൂടുതൽ ഗോളുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതല്ല, ഗോളുകൾ അടിക്കാൻ ബ്രസീൽ വൈകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ലി ആയതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ അത്രയും ഒരു അഗ്രസീവ് ഇതാണ്. പിന്നെ റാഫിക്ക തന്നെ പറഞ്ഞതുപോലെ കുറച്ച് പരീക്ഷണങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് പല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ ആ ഒരു വലിയ സ്കോറിലേക്ക് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ ഒരു ഇതിൽ ഒരു 2 ചാൻസസ് ആണല്ലോ. ഒന്നെങ്കിൽ ഒരു വലിയ മാർജിനിലുള്ളൊരു വിജയം, അല്ലെങ്കിൽ ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്കോറിലോ ഉള്ള
ഒരു വിജയം ബ്രസീൽ നേടും എന്നുള്ളതാണ്. അത് എങ്ങനെ സമീപിക്കുന്നു, എത്രയും വേഗം ഏത് മിനിറ്റ്സിൽ ഗോൾ അടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ചിലപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. തീർച്ചയായിട്ടും ബിഗ് മാർജിനിലൊരു തോൽവി നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ ബിബ്രോ പറഞ്ഞ ബാക്കി 2 റിസൾട്ടുകൾ, അതായത് ഒരു ചെറിയ മാർജിനിലെ തോൽവി അല്ലെങ്കിൽ ഒരു സമനില എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആരൊക്കെ ആയിരിക്കും നമ്മുടെ ടീമിൽ ഉണ്ടാവുക? ഇപ്പോൾ ബ്രസീൽ എന്തായാലും ഞാൻ കേട്ട അനുസരിച്ച് ഇങ്ങോട്ടേക്ക് വരിക അവരുടെ ഫസ്റ്റ് ടീമും കൊണ്ട് തന്നെയായിരിക്കും. ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവർക്ക് 2 മത്സരങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാനുണ്ട്. അപ്പോൾ ആ മത്സരങ്ങൾക്കുള്ള സെയിം ടീമും കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഈ ഫസ്റ്റ് ടീം എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പ് കളിച്ച സെയിം ടീം എന്നല്ല, അതിൽ തീർച്ചയായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പുതിയൊരു സൈക്കിളല്ലേ, അപ്പോൾ മാറ്റം ഉണ്ടാവും. എന്നാൽ പോലും അവരുടെ ഫസ്റ്റ് ടീമും കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മുടെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഈ ബ്രസീലിനെ നേരിടാൻ വേണ്ടി നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിൻ്റെ നിരയിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഹബീബ് ബ്രോ വിചാരിക്കുന്നത്? ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സിൽ ഈ ആസിയാൻ കപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു അണ്ടർ 23 ടീം എന്ന നിലയിൽ 23 അംഗ ടീം എന്ന നിലയിൽ ഒരു സ്ക്വാഡ് ചുമ്മാ നമുക്കിങ്ങനെ ഒരു പെർഫോമൻസ് അനുസരിച്ച് ഇട്ടിരുന്നു. പക്ഷേ ഖാലിദ് ജമീലിൻ്റെ സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഇടയിൽ വലിയ വിഷയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പം രാഹുൽ ബേക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്റർ ബാക്ക് തരാം, അദ്ദേഹം ഇപ്പം 36 വയസ്സാകുകയാണ് ഈ വർഷം. നമുക്ക് അടുത്ത സൈക്കിളിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പോലും കഴിയില്ല. കാരണം ക്വാളിഫയേഴ്സിൽ പ്രത്യേകിച്ച് അദ്ദേഹം മികച്ച ഫോമിൽ പോലും അല്ല ISL പോലും കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും യങ്സ്റ്റേഴ്സ്, നമുക്കിപ്പോൾ അവിടെ ഇപ്പം നമ്മൾ സുനിൽ ഛേത്രിയൊക്കെ 41 വയസ്സിലൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് സ്ട്രൈക്കേഴ്സ് ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ക്വാളിറ്റിയുള്ള സെൻറ്റർ ബാക്സ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം അൻവർ അലി, പരംവീർ സിംഗ്, ബിജോയ് വർഗീസ് മലയാളി താരം, അങ്ങനെ എല്ലാ ടീമിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല സെൻറ്റർ ബാക്സിന് ഇപ്പം ടെക്നിക്കലി ബെറ്റർ ആയിട്ടുള്ള സെൻറ്റർ ബാക്സ് അത്യാവശ്യം നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ളൊരു ഏരിയയാണ് സെൻറ്റർ ബാക്സ്. അവിടെ ഇപ്പോഴും ഖാലിദ് ജമീലിൻ്റെ ഒരു ശൈലി ത്രോ ഇൻ, ഡിഫെൻസീവ്, അങ്ങനെയൊക്കെയുള്ള അപ്രോച്ചസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാഹുൽ ബേക്കെ ഡിഫറെൻറ്റ് പൊസിഷൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി നമുക്ക് അടുത്തൊരു സൈക്കിൾ വരികയാണ്. നമുക്കിനി ലക്ഷ്യം വെക്കേണ്ടത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, ഓരോ റിസൾട്ടുകൾക്കപ്പുറത്തേക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് റാങ്കിങ് ഒക്കെ മാറ്റേഴ്സാണ്. കാരണം നമുക്ക് ഇപ്പം ഏഷ്യൻ റാങ്കിങ് 26ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇതിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ 27ാം സ്ഥാനത്തേക്കോ മറ്റോ ആയിക്കഴിഞ്ഞാൽ, തോൽവികൾ സംഭവിച്ചു കഴിഞ്ഞാൽ 27ാം സ്ഥാനത്തേക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിഫ ക്വാളിഫയേഴ്സിൻ്റെ റൗണ്ട് 1 കളിക്കേണ്ടി വരും. റൗണ്ട് 2 നമുക്കറിയാം സാധാരണഗതിയിൽ എന്ന പോലെ ഹോം മാച്ചസും എവേ മാച്ചസും ഉള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളാണ്. റൗണ്ട് 1 എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ ഓഫ് മത്സരമാണ്. ആ പ്ലേ ഓഫ് മത്സരത്തിൽ നമ്മൾ തുർക്കമെനിസ്ഥാനെ നേരിടാനുള്ള സാധ്യതയുണ്ട്, ബംഗ്ലാദേശിനെയോ പാകിസ്ഥാനെയോ ശ്രീലങ്കയോ ഒക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. സമീപകാലത്ത് തുർക്കമെനിസ്ഥാനെ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് പരാജയപ്പെടുത്താൻ. അല്ലെങ്കിൽ ബംഗ്ലാദേശും സിംബാബ്വേയും ശ്രീലങ്കയൊക്കെ സാഫ് നേഷൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് കളിയാക്കുന്ന ടീമാണെങ്കിലും അവരിപ്പം അവരുടെ ഡയസ്പോറ പ്ലേയേഴ്സിനെ ഉപയോഗിച്ച് അവർ കൂടുതൽ ശക്തരായിട്ട് വരികയാണ്. ഇപ്പം അവരൊക്കെ റീസെൻ്റ്ലി പോലും റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ശ്രീലങ്ക റിസൾട്ട് ഉണ്ടാക്കി, ബംഗ്ലാദേശ് ഹംസ ചൗധരിയെ പോലത്തെ പ്ലേയേഴ്സിനെ ഇപ്പം റീസെൻ്റ്ലിയും താരങ്ങൾ കൊണ്ടുവന്നു, പാകിസ്ഥാൻ. അപ്പം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള യങ് പ്ലേയേഴ്സിൻ്റെ ഒരു പൂൾ ഇപ്പോൾ അണ്ടർ 23-ലൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡീഷൻസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ടർ 23 പ്ലേയേഴ്സിനെ കുറച്ചും കൂടി ഉപയോഗപ്പെടുത്തും, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല താരങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലിപ്പം സനാൻ ഉണ്ടാകും, അല്ലെങ്കിൽ പല താരങ്ങളുണ്ട്, പാർദീപ് ഗൊഗോയെ പോലത്തെ താരമുണ്ട്. നമുക്ക് സ്കോറിങ്ങിലൊക്കെയാണ് കുറേ ബുദ്ധിമുട്ടുകളുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നല്ല താരം ലാലുൻസ്വാലയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല താരങ്ങളുണ്ട്. ചാങ്ഡയിലെ നോർത്ത് ഈസ്റ്റിൻ്റെ ലാലുൻസ്വാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമുണ്ട്. മിഡ്ഫീൽഡിലാണെങ്കിലും ഒക്കെ റിക്കി ഷബോങ്ങും അങ്ങനെയൊക്കെയുള്ള പല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള താരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ താരങ്ങളുടെയും സീനിയർ ടീമിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നല്ല, നമുക്ക് ഗുർപ്രീതും അല്ലെങ്കിൽ റയാൻ വില്യംസും സന്ദേശ് ഇങ്ങനത്തെ ഒക്കെ പോലത്തെ താരങ്ങളെ നമുക്ക് ഈ സൈക്കിളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങളാണ്. കാരണം കംപ്ലീറ്റ്ലി യങ് പ്ലേയേഴ്സ് ആയിട്ട് പോയാലും അതൊരു ബുദ്ധിമുട്ടാകും. ഡ്രസ്സിംഗ് റൂം മാനേജിങ് ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ജിങ്കനെ ഇപ്പം ഗുർപ്രീത് 34 ആയെങ്കിലും അദ്ദേഹം ഒരു ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിന് ഒരു ലോങ് കരിയർ ഇനിയും സാധ്യമാണ്. നിലവിൽ അദ്ദേഹം മികച്ച ഫോമിലാണ്. അദ്ദേഹം തന്നെയാണ് ടോപ്പ് ഗോൾ കീപ്പർ എന്ന കാര്യത്തിൽ സംശയമില്ല. സന്ദേശ് സിംഗ് ലാസ്റ്റ് മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയറാണ്. റയൻ വില്യംസ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്. സ്ട്രൈക്കിങ്ങിൽ നമുക്കൊരു ഓപ്ഷൻ ആണുള്ളത്. അപ്പം അതിനോടൊപ്പം നമുക്ക് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മിക്സ് നടത്തണം. അതിന് പ്രധാനമായിട്ട് ഞാൻ പറയാൻ കാരണം നമ്മുടെ അടുത്ത ഒരു സൈക്കിൾ തുടങ്ങുകയാണ്. അപ്പം അതിലേക്ക് അത് സംഭവിക്കുക എന്ന് പറയുന്നൊരു ഫാക്ടറാണുള്ളത്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെയും പിന്നെ വെറ്ററൻസിൻ്റെയും, വെറ്ററൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെയും ഒരു മിക്സാണ് നമ്മുടെ അടുത്ത സൈക്കിളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പം ആസിയൻ കപ്പിന് നമ്മൾ യുവതാരങ്ങളെയാണ് അയക്കുന്നതെങ്കിൽ അങ്ങനെയാവുന്ന ഉറപ്പൊന്നുമില്ല.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രസീലിനെതിരെ വരുന്നത് നമ്മുടെ സീനിയർ താരങ്ങളടങ്ങിയ ഒരു നിരയായിരിക്കും. അപ്പോൾ ഞാൻ അഭിപ്രായോട് ചോദിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. എന്തായാലും ഒരു കൺക്ലൂഷൻ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചോദിക്കുകയാണ്. എന്തായിരിക്കും ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്ത് മാർജിനാണ്, അല്ലെങ്കിൽ സ്കോർ ലൈൻ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഞാനൊരു ഒരു കുറച്ച് ഒരു 4-0 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട്. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു 90 മിനിറ്റും ഡിഫെൻസീവായിട്ട് കളിക്കുക, പ്രത്യേകിച്ച് ഖത്തർ പോലെയൊന്നും അല്ല ബ്രസീൽ. അവരുടെ ഇൻഡിവിജ്വൽ ഇപ്പോൾ വിനിയാണെങ്കിലും പല താരം കുഞ്ഞാണെങ്കിലും ഇങ്ങനെ പല താരങ്ങളുടെ ഇൻഡിവിജ്വൽ മികവ് കൊണ്ട് നമുക്ക് എത്രയും പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് ഒരുപാട് ഗോളുകൾ ഒരു ഹോമിൽ വന്ന് അടിക്കുക. കാരണം ബ്രസീൽ ഇന്ത്യയിലേക്ക് വരാൻ തന്നെ കാരണം ഒരു പക്ഷേ ഒരു ഇന്ത്യൻ ഫാൻസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പം ആ ഒരു നിലയിൽ കുറച്ച് ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടൊക്കെ കളിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടുതൽ ഗോൾ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 6 ഗോൾ അല്ലെ 7 ഗോൾ ഇങ്ങനത്തെ ഒരു സെനാരിയോയിലേക്ക് ചിലപ്പോൾ പോകുമോ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3-0 4-0 ലെവലിലുള്ളൊരു ഇതാണ് ഇത് മറച്ച് സംഭവിക്കാം. പക്ഷേ ഞാൻ ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് ഒരു ഡ്രോയോ അല്ലെങ്കിൽ ഒരു 1-0ക്ക് മാത്രം തോൽക്കുക എന്നുള്ളതാണ്. കാരണം ജയം എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഈ ഒരു മത്സരത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ ഹബീബ് ബ്രോ നടത്തിയിരിക്കുന്നത്. കാരണം ഒരു ഡ്രോ അല്ലെങ്കിൽ ഒരു 1-0ക്കുള്ള തോൽവി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഈവൻ ഒരു 3-0 4-0 വന്നാൽ പോലും അത് ഒരു വലിയ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ബ്രസീൽ പോലുള്ളൊരു ടീമിനെതിരെയാണ് നമ്മൾ കളിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബ്രസീലുകാർ തന്നെ ഓൾറെഡി അവരുടെ CBFൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബ്രസീലിന് പുറത്ത് ഏറ്റവും വലിയ ബ്രസീലിയൻ ഫാൻ ബേസ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അവർ ആ തരത്തിൽ തന്നെ ആയിരിക്കും കളിക്കുക. ഒരു 7 ഗോൾ 8 ഗോൾ മാർജിനിലേക്കൊന്നും എന്തായാലും അവർ പോകാൻ താല്പര്യപ്പെടില്ല. അത് അവർക്കങ്ങനെ കളിക്കാൻ കഴിഞ്ഞാൽ, അതല്ല നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിൻ്റെ ചുണക്കുട്ടികൾ നല്ലൊരു പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് ഒരു സമനിലയോ അതല്ല ഒരു 1-0 തോൽവിയൊക്കെ മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്നൊരു പോരാട്ടം തന്നെയായിരിക്കും. അത് പോസിറ്റീവ് റിസൾട്ടായിട്ട് തന്നെ വേണം നമ്മളതിനെ കാണാൻ. അപ്പോൾ ഹബീബ് ബ്രോ, നമുക്ക് ഈ 2 ടീമിൻ്റെയും സ്കോഡൊക്കെ ഒന്ന് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാച്ചപ്പ് എങ്ങനെയാണെന്നൊരു ഒന്നുകൂടി ഒരു പിടുത്തം നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പം വിനി വരുന്നുണ്ടെങ്കിൽ വിനിയെ ആര് ഡിഫെൻഡ് ചെയ്യും, അതുപോലെ എൻട്രിക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ ആര് ഡിഫെൻഡ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കുറേ മാച്ചപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോഡൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും നമുക്ക് ടീമിൻ്റെ സ്കോഡ് വന്നതിന് ശേഷവും ആ ഒരു വിശകലനം എന്താണേലും ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും കൂടെ ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ നേരത്തെ കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും റാഫ് ടോക്സിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ചെറിയ രൂപത്തിലെങ്കിലും കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അതെ റാഫി, ഞാൻ ആക്ച്വലി പിന്നെ 2023 ഈ ചാനൽ ആളുകൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ റാഫ് ടോക്സിൽ വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു കരിയറിൽ കുറച്ചും കൂടി, കാരണം റാഫിക്കായിട്ട് റെഗുലർ കോൺടാക്റ്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ കൂടുതൽ വീഡിയോസ്, ഞാൻ കുറച്ച് മടിയൊക്കെ ആയിരുന്നു, അപ്പം കൂടുതൽ കാരണം റാഫിക്ക ഇത്ര നമ്പേഴ്സ് ഓഫ് വീഡിയോസ് ചെയ്യുന്നു. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഡെയിലി ഇത്രയും വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നീട് എനിക്കും അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്, കൂടുതൽ വീഡിയോസ് കോണ്ടൻസ് ചെയ്യാനായിട്ടൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇനിയും പറ്റാവുന്ന പോലെയൊക്കെ കൊളാബറേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിപ്പം ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയാനും അതുപോലെ വിശകലനങ്ങളൊക്കെ മനസ്സിലാക്കാനും കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഹബീബ് ബ്രോ. അദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അതായത് ദി ഫുട്ട് ആൻഡ് ബോൾ എന്ന് പറയുമ്പോൾ TFNB എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ആ ഒരു ചാനൽ. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഫുട്ബോളിനെ ഇത്രത്തോളം പാഷനേറ്റായിട്ട് കണ്ട് അതിനെ ഫോളോ ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വേറൊരാളെ നമുക്ക് വീണ്ടും വേറെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പം നമ്മളോടൊപ്പം അദ്ദേഹം ചേർന്നതിന് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.